ഹായ് ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു SSLC ഓണം എക്സാം 2025 പരീക്ഷ ചെയ്യുന്ന എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് കൂടുതലായിട്ട് സ്വാഗതം. സോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കഴിഞ്ഞ രണ്ട് ചാപ്റ്റർ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു ചാപ്റ്ററിന്റെ 1 മാർക്ക് ചോദ്യങ്ങൾ പറഞ്ഞു. ആ ഒരു ചാപ്റ്ററിലെ പ്രെഡിക്ഷൻ കഴിഞ്ഞു. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ കരുതുന്നു. ഓക്കെ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിലെ തന്നെ രണ്ടാമത്തെ ചാപ്റ്ററിലെ 1 മാർക്കിന്റെ 10 ടോപ്പ് 10 ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത്. നിങ്ങൾ റെഡിയാണോ? ഞാൻ റെഡിയാണ്. നിങ്ങൾ റെഡിയാണോ? നോട്ട് കിട്ടും, എന്നിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ആൻഡ് ഈ കാണുന്ന അക്കൗണ്ടുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം. നമ്മൾ നോക്കാം. ക്ലാസ് SSLC chapter 2 top 10 1 mark question English and Malayalam and രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പേര് ലെൻസസ് എന്നാണ് പേര് ആൻഡ് ലെൻസുകൾ 2025 SCRT ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആണ്. അപ്പൊ നിങ്ങളുടെ പുതിയ സിലബസ് ആണ്, അത് വെച്ചിട്ട് ആ ഒരു ചാപ്റ്ററിൽ ചോദിക്കാൻ സാധ്യതയുള്ള 1 മാർക്കിന്റെ കിടിലനായിട്ടുള്ള ചോദ്യങ്ങളാണ് നമുക്ക് നോക്കാൻ പോകുന്നത്. 10 ചോദ്യമേ ഉള്ളൂ. പെട്ടെന്ന് നോക്കിയാൽ എന്നാൽ 10 ചോദ്യമാണുള്ളത്. നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ. ഒന്നാമത് കോൺവെക്സ് അല്ലെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷ് നോക്കാം. വാട്ട് ടൈപ്പ് ഓഫ് ലെൻസ് കൺവേർജ് പാരലൽ റേ ടു എ പോയിന്റ്, അതായത് സമാന്തര കിരണങ്ങളെ ഒരു ബിന്ദുവിലേക്ക് ചേർക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ്. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു ലൈറ്റ് ആണ് വിചാരിക്കാം. ഈ ഒരു ലൈറ്റ് ഇങ്ങനെ വന്നിട്ട് പാരലൽ ആയിട്ട് വരുന്നതിന് ഈ ഒരു പോയിന്റിലേക്ക് ഇങ്ങനെ ചേർക്കണം, അതായത് ഇങ്ങനെ വരുന്നത് ഇവിടേക്ക് ചേർക്കണം, ഇങ്ങനെ വന്നത് ഇവിടെ. ആ ഒരു കാര്യത്തിന് ഉപയോഗിക്കുന്ന ലെൻസ് ഏതാന്ന് ചോദിച്ചത് അത് കോൺവെക്സ് ലെൻസ് ആണ്. ഓർത്ത് വെക്കുക 1 മാർക്കിന്. അടുത്തത് വിച്ച് ലെൻസ് ഈസ് ഓൾസോ കോൾഡ് ഡിവർജിംഗ് ലെൻസ്, അതായത് ഏതൊരു ലെൻസിനെയാണ് വൈകാന്തിക ലെൻസുകൾ എന്ന് വിളിക്കുക. ഇതിന്റെ മീനിങ് കറക്റ്റ് ആയിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തോക്കെയാണ്, ഞാൻ ടെക്സ്റ്റ് റെഫർ ചെയ്തിരുന്നു. ഓക്കെ, എനിവേ, അതായത് ഡിവേർജിംഗ് ലെൻസ് എന്ന് പറഞ്ഞത് ഏതാണ്? അത് കോൺകേവ് ലെൻസ് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് 1 മാർക്കിനാണ്. പുതിയ ഭാഗം ചോദ്യ സ്റ്റുഡൻസിന് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ മൂന്നാമത് ചോദ്യം നോക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ഫോക്കൽ ലെങ്ത്? ഫോക്കൽ ലെങ്ത്തിന്റെ SI യൂണിറ്റ് എന്താണ്? അത് മീറ്റർ ആണ്. പഠിച്ചു കൊടുക്കുക. വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ഫോക്കൽ ലെങ്ത് ഓർത്ത് വെക്കുക. അടുത്തത് നെയിം ദ ലെൻസ് ദാറ്റ് ഫോം ഓൺലി വിർച്വൽ ഇമേജ്, അതായത് എല്ലായ്പ്പോഴും ഖമദർശന, അതൊക്കെ ട്രാൻസ്ലേഷൻ വിഷയം തോന്നുന്നു, പ്രതിച്ഛായ ചിത്രം, അതായത് വെർച്വൽ ആയിട്ടുള്ള ചിത്രം കിട്ടുന്നത് ഏത് ലെൻസിലൂടെയാണ്? അത് നിങ്ങൾ ഓർത്തു വെക്കണം. കോൺകേവ് ലെൻസിലൂടെയാണ്. ഓർത്തു വെക്കുക. വിക്കോ, അതായത് വിക്കോ എന്ന് പറഞ്ഞാൽ വിർച്വൽ. ഓക്കെ, വിർച്വൽ ആണ്. വിർച്വൽ കിട്ടുക വിക്കോ. ഓക്കെ, വെർച്വൽ കിട്ടുന്നത് കോൺകേവ് ലെൻസിൽ നിന്നാണ്. ഓക്കെ, അതേപോലെ ഫോക്കൽ ലെങ്തിന്റെ SI യൂണിറ്റ് മീറ്റർ ആണ്. അടുത്ത് നോക്കാം. വാട്ട് ഈസ് ദ പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് എ ലെൻസ്? ലെൻസിന്റെ പ്രധാന അക്ഷം ഏതാണ്? നോക്കാം. ദ ഇമാജിനറി ലൈൻ പാസിംഗ് ത്രൂ ദ ഒപ്റ്റിക്കൽ സെന്റർ ആൻഡ് പ്രിൻസിപ്പൽ ഫോക്കസ്, അതായത് ഒപ്റ്റിക്കൽ സെന്ററിന്റെയും പ്രിൻസിപ്പൽ ഫോക്കസുമാണ് എന്താണ് ഈ ഒരു പാസ് ചെയ്ത് പോകുന്നത്. ഒരു ഇമാജിൻ ചെയ്തിട്ടുള്ള ലൈൻ മരിച്ചു പോകുമല്ലോ, ആ ഒരു പോകുന്നതിൽ ഒപ്റ്റിക്കൽ സെന്ററിന്റെയും പ്രിൻസിപ്പൽ ഫോക്കസിന്റെയാണ് വിളിക്കുന്ന പേരാണ്. മുഖ്യ ഫോക്കസിൽ കടന്നു പോകുന്ന കൽപ്പന രേഖയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് വിളിക്കുന്നത്. അതാണ് 5ാമത്തെ ചോദ്യം. 6ാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ പവർ ഓഫ് എ ലെൻസ് ഹാവിംഗ് എ ഫോക്കൽ ലെങ്ത് ഓഫ് 1 മീറ്റർ? 1 മീറ്റർ ഫോക്കസ് ദൈർഘ്യമുള്ള ലെൻസിന്റെ പവർ എത്രയാണ്? 1 മീറ്റർ ഫോക്കസ് ദൈർഘ്യമുള്ളതെങ്കിൽ 1 മീറ്റർ അതിനായിരിക്കും അതിന്റെ ഡയോപ്റ്റർ ആട്ടോ ലെൻസിന്റെ. ഓക്കെ, 1D എന്നാണ് പറയാ. ഡയോപ്റ്റർ ആണ് അതിന്റെ ഫുൾ ഫോം കേട്ടോ. അതായത് ദൈർഘ്യമുള്ള പവർ, ലെൻസിന്റെ പവർ നോക്കുമ്പോൾ ഡയോപ്റ്ററിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. 1 ഡയോപ്റ്റർ ആണ്. അത് ഓർത്ത് വെക്കുക. 7ാമത് ചോദ്യം. വിച്ച് ലെൻസ് ഹാസ് എ പോസിറ്റീവ് ഫോക്കൽ ലെങ്ത്? ഏത് ലെൻസ് ആണ് പോസിറ്റീവ് ആയിട്ടുള്ള ഫോക്കൽ ലെങ്ത് തരുന്നത്? പോസിറ്റീവ് ഫോക്കൽ ദൈർഘ്യമുള്ള ലെൻസ് ഏതാണ്? അത് കോൺവെക്സ് ആണ്. പോസിറ്റീവ് നൽകുന്നത് കോൺവെക്സ് ലെൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഡിഫൈൻ 1 ഡയോപ്റ്റർ. ഒരു ഡയോപ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡയോപ്റ്റർ എന്ന് വ്യാഖ്യാനിക്കുക. അതായത് ആൻസർ ആണ് പവർ ഓഫ് എ ലെൻസ് വിത്ത് 1 മീറ്റർ ഫോക്കൽ ലെങ്ത്. 1 മീറ്റർ ഫോക്കൽ ലെങ്ത് ഉണ്ടെങ്കിൽ അതിനെ 1 ഡയോപ്റ്റർ എന്ന് പറയും. ഓക്കെ, 2 മീറ്റർ 2 ഡയോപ്റ്റർ അങ്ങനെ പോട്ടോ. ഓക്കെ, 9ാമത് ചോദ്യം നോക്കാം. ലാസ്റ്റ് 2 സെറ്റ് ആണ്. 9ാമത് ചോദ്യം നോക്കാം നമുക്ക്. ഇൻ വിച്ച് ഡിവൈസ് ഈസ് കോൺകേവ് ലെൻസ് യൂസ്ഡ് ടു കറക്റ്റ് വിഷൻ? ദൃശ്യം ശരിയാക്കാൻ നമ്മൾ വേണ്ടിയിട്ട് കോൺകേവ് ലെൻസ് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? നമ്മുടെ കോൺകേവ് ലെൻസ് ഉപയോഗിച്ചാൽ നമ്മുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ, നമുക്കുള്ള പ്രശ്നങ്ങളൊക്കെ റെഡി ആവും എന്നത് ഉപയോഗിക്കുന്ന ഏതാണ്? അത് ഹ്രസ്വദൃഷ്ടിക്ക് വേണ്ടിയിട്ടാണ്. മയോപ്പിയ ബാധിച്ചുള്ളവർക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ലെൻസ് ആണ് ഏത്? നമ്മൾ പറഞ്ഞുള്ളത് കോൺകേവ്. ഓർത്ത് വെക്കുക. ഇമ്പോർട്ടന്റ് ചോദ്യങ്ങളാണ് നിങ്ങളുടെ 2ാമത് ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള 1 മാർക്കിന്റെ ചോദ്യങ്ങൾ. പിന്നെ നോക്കാം. വാട്ട് ഈസ് ദ നാച്ചർ ഓഫ് ഇമാജിൻ ഫോംഡ് ബൈ കോൺവെക്സ് ലെൻസ് വെൻ ദ ഒബ്ജക്ട് ഈസ് പ്ലേസ്ഡ് ടു എഫ്? അതായത് കോൺവെക്സ് ലെൻസിൽ വസ്തുവിനെ 2F വെച്ചാൽ ഉണ്ടാകുന്ന
പ്രതിച്ഛായ സ്വഭാവങ്ങൾ, അതായത് കിട്ടുന്ന ഇമാജിനറി സ്വഭാവങ്ങൾ ഇത് റിയൽ ആയിരിക്കും, അത് 2F വെച്ചാലോ 2F വെച്ചാലോ അത് ഉണ്ടായ റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, സെയിം സൈസ് ആയിരിക്കും. യഥാർത്ഥത്തിൽ തലകിയായാലും ഒരേ വലിപ്പമുള്ളത്. ഇതൊക്കെ നിങ്ങൾക്ക് ഓർത്ത് വെക്കാം. സോ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഇന്നത്തെ ഈ ഒരു രണ്ടാമത്തെ ചാപ്റ്റർ, ഫിസിക്സിലെ തന്നെ രണ്ടാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പ്രഡിക്ഷൻ എന്ന് പറയുന്നത് വരാൻ സാധ്യത ചോദ്യങ്ങളാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. സോ ടോപ്പ് 10 ചോദ്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. മാക്സിമം എല്ലാവരിലേക്കും വീഡിയോയുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതെല്ലാമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക 1 മാർക്കിന് നിങ്ങൾക്ക് ഓണം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത്. സോ നിങ്ങൾ ഇതൊക്കെ പഠിച്ചു വെക്കുക. 1 മാർക്കാണ്, സിമ്പിൾ ആണ്, നോട്ട് കിട്ടും. കമന്റ് ബോക്സിൽ ജോയിൻ ചെയ്യാം. ഈ ഒരു ചാപ്റ്ററിന്റെ പ്രഡിക്ഷനും ഒരു അടുത്ത ചാപ്റ്ററും കൂടി ഉണ്ട്. അടുത്ത ചാപ്റ്റർ മൊത്തം ഉണ്ടെന്നല്ല, എന്നാലും ആ ചാപ്റ്ററിന്റെ പ്രഡിക്ഷൻ, ആ 3 ചാപ്റ്ററിന്റെ പ്രഡിക്ഷൻ കമ്പയർ ചെയ്തിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതൊക്കെ നമ്മുടെ എക്സാമിന്റെ തലേന്ന് നമ്മൾ വേണ്ടിയിട്ട് പബ്ലിഷ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ ശ്രമിക്കാം. നമ്മൾ മാക്സിമം എല്ലാവരിലേക്കും വീഡിയോയുടെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. സോ ബൈ. ഓണം എക്സാം നല്ല രീതിയിൽ ചെയ്ത SSLC സ്റ്റുഡൻസ്. സോ ബൈ.